വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ആരെയും അപകീർത്തിപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും അഴിമതിക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സുരേന്ദ്രനെതിരെ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസ് തൃശൂരിലേക്ക് മാറ്റി. ഞാൻ സത്യത്തിൽ ഒരു വിവാദത്തിനും ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരാമർശമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരാമർശമല്ല. ഞാൻ നടത്തിയ പരാമർശം സാമാന്യമായി കേരളത്തിലെ എല്ലാവരും ഒരു പൂതന എന്നുള്ള ഒരു പരാമർശം, അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയതല്ല. അതൊരു ആസുരിക ശക്തിയുടെ പ്രതീകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഞാൻ പൂതന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അഴിമതി. ഞാൻ പറയട്ടെ, എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കൂ. അഴിമതിക്കാർ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പരാമർശം നടത്തുന്നത്? സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1-ാം ക്ലാസ് പ്രവേശന പ്രായം 5 വയസ്സിൽ തന്നെയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തി മാത്രമേ പ്രവേശന പ്രായം വർദ്ധിപ്പിക്കാൻ കഴിയൂ. തുടർന്നു വരുന്ന രീതി അട്ടിമറിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി വ്യക്തമാക്കി. LKG, UKG, 1-ാം ക്ലാസ് എന്നുള്ളതിന് തുറന്നു വന്ന ഒരു രീതിയുണ്ടല്ലോ, അത് പെട്ടെന്ന് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പ്രയാസമാണ്. അത് മാത്രമല്ല, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. യാന്ത്രികമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കഴിയില്ല. വിദ്യാഭ്യാസ നിലവാരം ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ നിലവാരമനുസരിച്ചും മാത്രമേ നമുക്ക് പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ അവസാനിച്ചു. 4 ലക്ഷത്തിൽ അധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മലയാളം 2-ാം പാർട്ടായിരുന്നു അവസാന ദിവസത്തെ പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ അവസാനിക്കും. ഒന്നാം ഭാഷ ഭാഗം 2 പരീക്ഷയോടുകൂടി സംസ്ഥാനത്തെ SSLC എക്സാം ഇന്ന് പൂർണ്ണമായിരിക്കുകയാണ്. അതിന്റെ എല്ലാ ആശ്വാസവും സന്തോഷവും നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SSLC പരീക്ഷ അവസാനിച്ചതിന്റെ വലിയൊരു സന്തോഷമാണ് എല്ലാ കുട്ടികളുടെ മുഖത്തുള്ളത്. മഷിയും നിറങ്ങളും വാരിവിതറിയും പരസ്പരം യാത്ര പറഞ്ഞും വിദ്യാർത്ഥികൾ സ്കൂളുകളോട് യാത്ര പറഞ്ഞു. പരീക്ഷയെക്കുറിച്ച് പരാതികളില്ല. കണക്കും ഫിസിക്സും ഒന്ന് കുഴപ്പിച്ചെങ്കിലും മറ്റു പരീക്ഷകൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഏതെങ്കിലും എക്സാം പാടാകായിരുന്നോ? ഇനി എന്താ പരിപാടി? ഇനി അടുത്ത സ്റ്റേജിലോട്ടുള്ള പ്ലാനിങ് മറ്റു പരീക്ഷകളൊക്കെ പാടുണ്ടായിരുന്നു? ഏതെങ്കിലും എക്സാം? ഫിസിക്സ് ഇച്ചിരി പാടായിരുന്നു, മാത്സ് ഇച്ചിരി പാടായിരുന്നു, ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. ഹിന്ദി പാടായിരുന്നു, പിന്നെ ഫിസിക്സ്. 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 26 വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക. സമാന്തരമായി ടാബുലേഷൻ ജോലികൾ ഏപ്രിൽ 5-ന് പരീക്ഷാ ഭവനിൽ ആരംഭിക്കും. 18,000-ഓളം അധ്യാപകരായിരിക്കും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുക. നാളെ അവസാനിക്കുന്ന ഹയർ സെക്കൻഡറി VHSE പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. ആദ്യ പരീക്ഷാ കടമ്പ കഴിഞ്ഞ് ആശ്വാസത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടിറങ്ങുന്നത്. ഇനി പരീക്ഷാ ഫലത്തിനുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18. കൊല്ലം SN കോളേജിലെ വിവാദ സദാചാര സർക്കുലർ പുറത്തിറക്കിയത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പ്രിൻസിപ്പൽ. ഏത് അധ്യാപകനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കും. വിനോദയാത്രയുടെ മറവിൽ സദാചാര സർക്കുലർ പുറത്തിറക്കിയ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI സമരം ആരംഭിച്ചു. വിനോദയാത്രാ വാഹനത്തിൽ പെൺകുട്ടികൾക്കായി മുൻവശത്ത് സീറ്റ് സംവരണം. ഒരു കാരണവശാലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത്. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്. നിശ്ചിത സമയം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മുറികൾ പുറത്തുനിന്ന് പൂട്ടും തുടങ്ങി 11 നിർദ്ദേശങ്ങളാണ് വിവാദ സർക്കുലറിൽ ഉള്ളത്. ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ഇതൊന്നും തൻ്റെ അറിവോടെയല്ലെന്ന നിലപാടിലാണ് പ്രിൻസിപ്പാൾ. ഇപ്പോൾ എൻ്റെ സർക്കുലർ ഞാൻ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലെറ്റർ പാഡിലായിരിക്കും. അതിനകത്ത് എൻ്റെ സൈൻ കാണും, എൻ്റെ സീല് കാണും. അപ്പം ഇങ്ങനെയൊന്നും കാണാത്ത ഒരു പേപ്പറാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല.
സോഷ്യൽ മീഡിയയിൽ സർക്കുലർ പ്രചരിച്ചതിന് പിന്നാലെ കോളേജ് കവാടത്തിൽ ബാനർ ഉയർത്തിയ SFI ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങി. സർക്കുലറിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് SFIയുടെ ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ SFIക്കാർ ഏതറ്റം വരെ പോകുമെന്നും മാനേജ്മെൻറ്റിന് ഒരു പരാതി നൽകുമെന്നും അറിയിക്കുന്നതാണ്. നാക് സംഘം വരും ദിവസങ്ങളിൽ കോളേജ് സന്ദർശിക്കാനിരിക്കെയാണ് സദാചാര സർക്കുലർ വിവാദം. ന്യൂസ് 18 കൊല്ലം.